നമസ്തേ നമസ്തേ നമസ്തേ. ശ്രീ മഹാദേവൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധി എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ. അപ്പോൾ നമ്മൾ ഈ ആഴ്ച പറയാൻ പോകുന്ന തുലാക്കൂർ നക്ഷത്രങ്ങളെ പറ്റിയാണ്. ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാരുടെ ഫലങ്ങളെ പറ്റിയാണ് ഈ ആഴ്ച പറയണത്. എന്തായാലും അല്പം ബുദ്ധിമുട്ടുകളുണ്ട്. പൊതുവെ ഇങ്ങനെ മാറി മറിഞ്ഞ് വരും സന്ദർഭങ്ങളും സമയങ്ങളും യോഗങ്ങളെല്ലാം. എന്താണെങ്കിലും അല്പം ചില കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു സന്ദർഭവും സമയമൊക്കെയാണ് ആരംഭിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ട് ധനമായിട്ട് ബന്ധപ്പെട്ട് അല്പം അഭിവൃദ്ധിക്കുറവുണ്ട്. ചില പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന തൊട്ട് ധനം ലഭിക്കില്ല. ചിലപ്പോൾ തൊഴിലായിട്ട് ബന്ധപ്പെട്ടാവാം, മറ്റ് സാമ്പത്തിക മാർഗങ്ങളായിട്ട് ബന്ധപ്പെട്ടാവാം. ഏത് രീതിയിലാണെങ്കിൽ തന്നെയും നമ്മൾ ആഗ്രഹിക്കുന്ന തൊട്ട് കയ്യിലേക്ക് ധനം വന്നങ്ങോട്ട് ചേരില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവും. അങ്ങനത്തെ ഒരു സമയമാണ് ഒരു ഭാഗം. അനാവശ്യമായിട്ട് നാൽക്കാലികൾ, മറ്റ് ജന്തുക്കളിൽ നിന്നൊക്കെ നമുക്ക് ചില ഉപദ്രവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇഴജന്തുക്കളാവാം, ചിലപ്പോൾ നാൽക്കാലികളാവാം. അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള ചില ജന്തുക്കളെ കൊണ്ട് ശരീരത്തിന് ചില ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു സമയം കൂടിയാണ്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതിലുപരി ഒരു സന്തോഷകാര്യം എന്ന് പറഞ്ഞാൽ ചില ഭാഗ്യാനുഭവങ്ങൾ വരുന്നുണ്ട് ഈ സമയത്തെ. അതിനൊരു സാധ്യതയുണ്ട്. ചില രീതിയിലുള്ള ഭാഗ്യ അനുഭവങ്ങൾ നമുക്ക് വന്നു ചേരും. അങ്ങനത്തെ ഒരു സമയം കൂടിയാണ്. അപ്പോൾ അതൊക്കെ ഒരു ഭാഗ്യമാണ്. അതൊക്കെ ഒരു നല്ല സമയത്തിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പം അങ്ങനെ ഒരു ഗുണമുണ്ട്. ചില ഭാഗ്യാനുഭവങ്ങൾ നമ്മളിലേക്ക് വന്ന് ചേരും. അതൊരു ഗുണസ്ഥിതിയാണ്. സംരംഭം നടത്തുന്ന ആൾക്കാർ, തൊഴിൽ മേഖലകൾ, ഇവിടെയൊക്കെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ സമയവും സാഹചര്യങ്ങളെന്ന് പറഞ്ഞാൽ. അല്പം ഗുണങ്ങളും ഉണ്ടാവും, അതുപോലെ തന്നെ അല്പം ദോഷങ്ങളും വന്ന് ചേരും. അങ്ങനത്തെ ഒരു സമയമാണ് ഈ സമയം എന്ന് പറഞ്ഞാൽ. സഹായിക്കണ ചില ആൾക്കാരുണ്ടല്ലോ, നമ്മൾക്ക് എല്ലാവർക്കും അതെ. പല വിധേന സഹായികളുണ്ടാവും. നമ്മളോട് സഹകരിച്ച് പോകുന്ന കുറേ നല്ല മനസ്സുള്ള ആൾക്കാരുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ചില ആൾക്കാരായിട്ട് കലഹിക്കേണ്ട ഒരു സാഹചര്യം വരും. അതിനൊരു സ്ഥിതിയുണ്ട്. ഏതെങ്കിലും രീതിയിൽ നമ്മളായിട്ട് ലോഹ്യമായിട്ട് സന്തോഷമായിട്ട് സഹകരണ മനോഭാവത്തോട് പോകുന്ന ആരെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ കലഹിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തും. അങ്ങനെ അല്പം ഒരു ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഇത് നമ്മൾ പറയണത് എന്തിനാണ്? ഇതൊക്കെ അറിഞ്ഞ് നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതിന് വേണ്ടിയാണ് ഒരു ഭാഗമായി. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരോട്, ഏറ്റവും സഹായികളായിട്ടുള്ള ആൾക്കാരോടൊന്നും അലോഹ്യത്തിന് പോവാതിരിക്കുക. ചില നിർബന്ധങ്ങൾ നമ്മൾ സമ്മതിച്ച് കൊടുക്കുക. അപ്പോൾ അത് പ്രശ്നമാവില്ല. അപ്പോൾ അതിനൊരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. പിന്നെ പറയണമെങ്കിൽ ഉദരസംബന്ധമായിട്ടൊക്കെ ഉണ്ടായിരുന്ന അസുഖങ്ങൾ, പിന്നെ ശിരസായിട്ട് തലയായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഒരു മാറ്റം വരും. അതിനൊക്കെ ഒരു ശമനം വരും. അങ്ങനത്തെ ഒരു സമയമാണ്. അതൊരു ഭാഗ്യമാണ്. നമ്മുടെ രോഗാതുരിതങ്ങൾ മാറിയാൽ തന്നെ നമുക്ക് അനവധി സന്തോഷങ്ങൾ ഉണ്ടാവും. ജീവിത സന്തോഷങ്ങൾ ഉണ്ടാവും. പല വിധേന സന്തോഷ സാഹചര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതൊരു ഭാഗ്യമാണ് എന്തായാലും. വയറായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ട്, തലയായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ, രോഗാതുരിതങ്ങൾ, അവസ്ഥകൾക്കൊക്കെ നല്ല രീതിയിൽ വ്യത്യാസങ്ങൾ വരും. അതൊരു ഭാഗ്യമാണ്. പിന്നെ പറയണമെങ്കിൽ ചില കാര്യങ്ങളിൽ വിജയസാധ്യതകളുണ്ട്. നമ്മളുടെ ചില പ്രയത്നങ്ങളിൽ, നമ്മളുടെ ചില കുടുംബത്തിൽ അല്ലെങ്കിൽ പുറത്ത് ജോലിയായിട്ട് ബന്ധപ്പെട്ട് ഏത് രംഗത്താണെങ്കിലും ചില നമ്മളുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വിജയം നമുക്ക് കൈവരിക്കാൻ സാധിക്കും. അങ്ങനത്തെ ഒരു സമയം കൂടിയാണിത്. ചില കാര്യങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വിജയം നമുക്ക് കൈവരിക്കാൻ സാധിക്കും. അതൊരു ഭാഗ്യമാണ്. വാഹനമായിട്ട് ബന്ധപ്പെട്ട്, ഗൃഹമായിട്ട് ബന്ധപ്പെട്ട്, സ്ഥലമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കച്ചവടങ്ങൾ നടത്താനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ്. അങ്ങനത്തെ ഒരു സന്ദർഭമാണിത്. അപ്പം അതും ഒരു ഭാഗ്യസ്ഥിതിയാണ്. ഇങ്ങനെയുള്ള കുറച്ച് ഭാഗ്യങ്ങളുണ്ട്, കുറച്ച് ഗുണങ്ങളുണ്ട്. പിന്നെ നമുക്ക് ഏതെങ്കിലും മാർഗേണ
ഇപ്പം കുടുംബമായിട്ട് ബന്ധപ്പെട്ടാവാം, സുഹൃത്തുക്കളായിട്ട് ബന്ധപ്പെട്ടാവാം, മറ്റ് ജോലി സ്ഥാപനങ്ങളായിട്ട് ബന്ധപ്പെട്ടാവാം. ഏതെങ്കിലും രീതിയിൽ നമുക്ക് കിട്ടാനുള്ള കുറച്ച് ധനം നമ്മളിലേക്ക് വന്നു ചേരും. അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്. ഏതെങ്കിലും രീതിയിൽ തൊഴിലായിട്ട് ബന്ധപ്പെട്ടാവാം, സുഹൃത്തുക്കളായിട്ട് ബന്ധപ്പെട്ടാവാം, ബന്ധുമിത്രാദികളായിട്ട് ബന്ധപ്പെട്ടാവാം, അല്ലെങ്കിൽ മാതാപിതാക്കളായിട്ട് ബന്ധപ്പെട്ടാവാം, അതല്ലെങ്കിൽ പൂർവിക സ്വത്തായിട്ട് ബന്ധപ്പെട്ടാവാം. ഏതെങ്കിലും രീതിയിൽ നമുക്കല്പം ധനം നമ്മളിലേക്ക് വന്നു ചേരാനുള്ളൊരു ഭാഗ്യമുണ്ട്. അതൊരു ഗുണസ്ഥിതിയാണ്, ഒരു സന്തോഷാവസ്ഥയാണ്. അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ പ്രധാനമായിട്ട് വിവാഹാദി കാര്യങ്ങൾ അത് നോക്കുന്ന ആൾക്കാർക്ക് അതൊക്കെ ഒത്തു വന്ന് ചേരാനും എത്രയും വേഗം നടക്കാനൊക്കെ ഉള്ള ഒരവസ്ഥയും സാഹചര്യമൊക്കെ ഉണ്ട്. അതും ഒരു ഭാഗ്യമാണ്. വിവാഹാധികാരികൾ നോക്കുന്ന ആൾക്കാർക്ക് നല്ല നല്ല വിവാഹങ്ങൾ വന്ന് ചേരാനും ഏറ്റവും വേഗം ഉറയ്ക്കാനും നടത്താനൊക്കെ സാധിക്കും. അതൊരു ഭാഗ്യസ്ഥിതിയാണ്. പിന്നെ വിദേശമായിട്ട് ബന്ധപ്പെട്ട് ജോലി നോക്കുന്ന ആൾക്കാർക്ക് അതിനെല്ലാത്തിനും അനുകൂല സമയമാണ്. ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വിദേശത്ത് പഠിക്കാൻ പോകുന്ന ആൾക്കാർക്ക് വിജയ സാധ്യതകളുണ്ട്. വിദേശത്ത് പോകാൻ നോക്കണ ആൾക്കാർക്ക് നടക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. അങ്ങനത്തേക്ക് ഒരു സമയമാണ്. അതൊരു ഭാഗ്യസ്ഥിതിയാണ്, സന്തോഷസ്ഥിതിയാണ്. പിന്നെ പറയുകയാണെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ ചില അലോഹ്യങ്ങളുണ്ടായിരുന്ന സന്ദർഭം സമയമൊക്കെയാണ് കഴിഞ്ഞു പോയത്. ഭിന്നമായിട്ട് നിൽക്കുന്നത്, കേസായിട്ട് നിൽക്കുന്നത്, പ്രശ്നങ്ങൾ സമാധാനക്കിടക്കാട് നിൽക്കുന്ന കുറേ സന്ദർഭങ്ങളുണ്ടായി. അപ്പോൾ അതിൽ നിന്നൊക്കെ അല്പം മോചനമായി തുടങ്ങിയിട്ടുണ്ട്. സന്തോഷമായിട്ട് ചിലപ്പോൾ ജീവിക്കാൻ സാധിക്കും. കേസൊക്കെ ഒത്തുതീർക്കാൻ സാധിക്കും. അകന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് അടുത്ത് നിൽക്കാൻ സാധിക്കും. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ സമയങ്ങളൊക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളും നമുക്ക് വന്നു ചേരും. ആഗ്രഹിക്കുന്നോട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. സന്താനങ്ങളെ കൊണ്ട് അഭിവൃദ്ധി പറയുന്നുണ്ട്. ചിത്ര ജ്യോതി വിശാഖം നാളുകാർക്ക് ഈ സന്ദർഭത്തിൽ സന്താനങ്ങളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ പറയുന്നുണ്ട്. സന്താനങ്ങൾ മുഖേന ഭാഗ്യാനുഭവങ്ങൾ പറയുന്നുണ്ട്. സന്താനങ്ങൾ മുഖേന സന്തോഷാനുഭവങ്ങൾ പറയുന്നുണ്ട്. അങ്ങനത്തെ ഒരു സമയം കൂടിയാണ്. അപ്പോൾ അതൊക്കെ ഏറ്റവും സന്തോഷമായിട്ടും ഏറ്റവും നല്ല രീതിയിലൊക്കെ ഉൾക്കൊണ്ട് അതെല്ലാം അംഗീകരിച്ച് ഒക്കെ മുന്നോട്ട് പോകാമെന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ അതിനൊക്കെ സാഹചര്യം ഉണ്ടാക്കാം. അപ്പോൾ അല്പം പണത്തിൻ്റെ ബുദ്ധിമുട്ടാണെങ്കിൽ പറയും ഭാഗ്യാനുഭവം ഉണ്ടാവാനും ഏതെങ്കിലും രീതിയിൽ നമുക്ക് പണം കയ്യിലേക്ക് വന്ന് ചേരാനൊക്കെ ചില സമയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ ഒത്തുചേരട്ടെ. ഇനി ഇതൊന്നും അല്ലാതെ ഏതെങ്കിലും രീതിയിൽ ഈ ബുദ്ധിമുട്ടുകൾ മാറണില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ധാരാളം രോഗാവസ്ഥകളും അതുപോലെ തന്നെ തൊഴിൽ രംഗത്തെ തടസ്സങ്ങളും അനവധി കഷ്ടതകളും അനുഭവിക്കുന്ന ആൾക്കാർ ഈ നാളുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഭദ്രകാളി ദേവിക്ക് കടുംബായുസം ഗുരുതി പുഷ്പാഞ്ജലി കഴിച്ച് പ്രാർത്ഥിക്കുക. ഭദ്രകാളിക്ക് കടുംബായുസം ഗുരുതി പുഷ്പാഞ്ജലി എന്നീ വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ സുബ്രഹ്മണ്യസ്വാമിക്ക് എന്തെങ്കിലും ദ്രവ്യങ്ങൾ കൊണ്ട് പാല്, പനനീര്, കരിക്ക് എന്നീ ദ്രവ്യങ്ങൾ ഏതെങ്കിലും ദ്രവ്യങ്ങളെ കൊണ്ട് അഭിഷേകം കഴിക്കുക, ത്രിമധുരം വഴിപാട് കഴിക്കുക. അത് വളരെ വിശേഷമാണ്. അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിൽ നിന്ന് ഇവർക്ക് മോചനം കിട്ടാൻ വളരെ വിശേഷമാണ്. ഭദ്രകാളിക്ക് കടുംബായുസം നെയ്വിളക്ക് അല്ലെങ്കിൽ ഗുരുതി പുഷ്പാഞ്ജലി. പിന്നെ അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമിക്ക് പാല്, പനനീര്, കരിക്ക് ഏതെങ്കിലും ദ്രവ്യങ്ങളെ കൊണ്ട് അഭിഷേകം കഴിക്കുക, ത്രിമധുരം കഴിക്കുക. ഇതൊക്കെ വളരെ വിശേഷമാണ്. ഇവരുടെ ബുദ്ധിമുട്ട് വിട്ടുമാറാൻ വളരെ വിശേഷമാണ്. മഹാദേവന് അഘോര മന്ത്രാർച്ചന അയച്ച് പ്രാർത്ഥിക്കുക. അതും ഇവരുടെ ബുദ്ധിമുട്ട് മാറാൻ വളരെ വിശേഷമാണ്. അപ്പോൾ ഈ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ കൃത്യമായിട്ട് വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കണം. പരദേവതയെ പ്രാർത്ഥിക്കണം, ദേശദേവതയെ പ്രാർത്ഥിക്കണം. അടുത്തുള്ള ക്ഷേത്രത്തിൽ കുടുംബമായിട്ട് ഞായറാഴ്ച ദിവസങ്ങളിലെങ്കിലും പോകാനുള്ള സന്ദർഭവും സമയമൊക്കെ കണ്ടെത്തണം. കുറേ ബുദ്ധിമുട്ടുകളൊക്കെ അങ്ങനെ മോചനം കിട്ടും. അപ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരുടെയും ബുദ്ധിമുട്ടുകളും ദോഷങ്ങളും അവസരം എല്ലാം നീങ്ങട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ വഴിപാടുകളൊക്കെ കൃത്യമായിട്ട് കഴിച്ച് പ്രാർത്ഥിക്കുക. ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, ഇല്ലാത്ത ആൾക്കാർ സന്തോഷമായിട്ട് മുന്നോട്ട് പോവാം. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ശ്രീ മഹാദേവൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാ ഗുണങ്ങളും ഐശ്വര്യം സമൃദ്ധി എല്ലാം തരട്ടെ. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മളുടെ സംരംഭം പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളെല്ലാവരെയും ശ്രീ മഹാദേവൻ അനുഗ്രഹിക്കട്ടെ. ശുഭരാശംസകൾ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, നമഃ ശിവായ.